ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എത്തിയിരിക്കുന്നത് സാന്ത്വനം സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു കഥയൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ബാലനാണെങ്കിൽ മീനുവിനെയും അതുപോലെ തന്നെ ആദർശിനെയും അവിടെ നിർത്തിപ്പോയിരിക്കുകയാണ്. അപ്പം ആദർശാണെങ്കിൽ അച്ഛന് മുന്നിൽ കമ എന്നുള്ള അക്ഷരം മിണ്ടത്തില്ലല്ലോ. അപ്പം ഇവൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് നിൽക്കുന്നത് കാണുമ്പം നമ്മുടെ മീനുവിനാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. ഭർത്താവ് ഒരു നട്ടലില്ലാത്തവനാണ് എന്നുള്ള രീതിയിൽ മീനുവിന് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ഇനി താൻ തന്നെ സംസാരിക്കേണ്ടി വരും. അപ്പം ഇവർ ഭക്ഷണം കഴിച്ചതിൻ്റെ ബില്ല് 640 രൂപയുടെ ഭക്ഷണമേ. എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ദേ ഗോമതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരില്ലേ. അതും പോരാഞ്ഞിട്ട് കടയിൽ കൊണ്ടുപോയി 640 രൂപ കളഞ്ഞിരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് അത്യാവശ്യ സൗകര്യത്തിലൊക്കെ ജീവിച്ച നമ്മുടെ മീനാക്ഷിക്ക് ഇതൊക്കെ കേട്ട് നിന്നിട്ട് സഹിക്കുന്നേ ഇല്ല. അങ്ങനെ അവൾ ദേഷ്യപ്പെട്ട് റൂമിലേക്ക് പോകുമ്പോഴത്തേക്കിനും ആദർശ് മാല് പോലെ അവളുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോഴത്തേക്കിനും മീനു ദേഷ്യത്തോടു കൂടെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയത്താണെങ്കിലോ ആകാശ് പിന്നാലെ അങ്ങ് ചെന്നിട്ട് മീനുവിൻ്റെ അടുത്ത് പറഞ്ഞു, മീനു നീ ക്ഷമിക്കണം, എൻ്റെ അച്ഛൻ ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനാ. അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് ദേഷ്യം വരും. പിന്നെ അവർ ഒരുപാട് പിടിച്ച് തന്നെയാ ഇതുപോലെ ജീവിക്കുന്നത് എന്നൊക്കെ സംസാരിക്കുമ്പോൾ, അതെ നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ കടയിലെ ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ, എന്നിട്ടാണോ ഒന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ കണക്ക് നിന്റെ അച്ഛൻ പറയുന്നത്? മര്യാദക്ക് നിനക്കൊരു കൂലി തന്നിരുന്നെങ്കിൽ ഇതുപോലെ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുമായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം ഇവൾ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ആകാശാണെങ്കിൽ അച്ഛനെ ഒന്നും പറയാതെ അതുപോലെ മീനുവിനോടൊപ്പം നിൽക്കുക. മീനു എന്തായാലും പോട്ടെ, അച്ഛൻ്റെ സ്വഭാവം ഇതാണെന്ന് നീ ഒന്ന് മനസ്സിലാക്ക്. അച്ഛൻ പറയുന്നതാണ് ഈ വീട്ടിലെ ഏറ്റവും അവസാനത്തെ വാക്ക്. അതുകൊണ്ട് അച്ഛൻ ടൂറ് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൂറ് പോകാൻ തയ്യാറാവണം. നീ എന്താ ആകാശം ഈ പറയുന്നത്? ഞാൻ കൊടൈക്കനാൽ പോകണമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതിനിടയ്ക്ക് അച്ഛൻ്റെ വക ഒരു പൂപ്പാറ. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും ആകാശിന് നല്ല വിഷമമുണ്ട്. മര്യാദക്ക് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കിനും നിന്റെ അച്ഛൻ്റെ അടുത്ത് നീ പറഞ്ഞോണം നമുക്ക് കൊടൈക്കനാലാ പോവേണ്ടതെന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ഇവർ സംസാരിച്ചു. അങ്ങനെ ആ ഒരു സീനിന് ശേഷമാണെങ്കിലോ നമ്മുടെ ആര്യം ചെന്നിട്ട് ബാലേട്ടൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുകയാണ്. അതെ അച്ഛൻ എന്തൊക്കെയാ ഈ കാണിക്കുന്നത്? ആകാശേട്ടനും ആകാശേട്ടൻ്റെ ഭാര്യയും കൂടെ ടൂറ് പോകാൻ ഉദ്ദേശിക്കുക. അപ്പോൾ അവിടെ അച്ഛൻ പോയിട്ട് എന്തൊക്കെ സംസാരിച്ചത്, അതും പോരാഞ്ഞിട്ട് അവർ പുറത്തു നിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ കണക്കും പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം, എടാ ഞാനേ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളും അത് മുഴുവനും അറിയണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി നിന്റെ വക യാതൊരു കാര്യവും എനിക്ക് കേൾക്കാനില്ല. നാളെ നമ്മൾ ടൂറ് പോകാനുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അതുകൊണ്ട് വരാൻ സൗകര്യപ്പെടുകയാണെങ്കിൽ നീയും വാന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ മീനാക്ഷിയും അതുപോലെ തന്നെ ആര്യനും കൂടെ ഈ ടൂറിൻ്റെ കാര്യമൊക്കെ കേട്ടപ്പോഴത്തേക്കിനും ഇങ്ങനെ ആര്യനല്ല കേട്ടോ, സോറി ആകാശും കൂടെ ഈ ടൂറിൻ്റെ കാര്യമൊക്കെ കേട്ടപ്പം ബാലേട്ടൻ്റെ അടുത്ത് വന്നു. മീനു പറയുന്നുണ്ട്, എൻ്റെ മനുഷ്യ നിങ്ങളൊന്ന് പറയേ, ഇനിയിപ്പം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമെന്നും പറഞ്ഞ് അവൾ അങ്ങ് പറയാൻ തുടങ്ങി. അതെ ഞങ്ങൾക്ക് കൊടൈക്കനാൽ പോകാനാണ് ഇഷ്ടം. അപ്പോൾ കൊടൈക്കനാൽ പോകുമ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് പ്രത്യേക ഒരു കോട്ടേജ് തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാലൻ പറഞ്ഞു, ആഹാ നിങ്ങളങ്ങ് തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങൾ ആദ്യം എൻ്റെ ഗോമതിയുടെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഗോമതിക്ക് ക്ഷേത്രത്തിൽ ഒരു വഴിപാടുണ്ട്, അത് പൂമ്പാറ അമ്പലത്തിൽ. ആ അമ്പലത്തിൽ പോകാൻ വേണ്ടി തന്നെയാണ്. പിന്നെ അതുവഴി കൊടൈക്കനാൽ പോകാം, നമുക്ക് ഫാമിലി ട്രിപ്പായിട്ട് പോവാന്നൊക്കെ വിചാരിച്ചു. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് എന്നാ പോയിക്കോട്ടെ, എനിക്ക് പോകണം, പോയി കിടന്നുറങ്ങണമെന്ന് പറഞ്ഞിട്ട് മീനാക്ഷിയാണെങ്കിൽ റൂമിലേക്ക് പോവുകയാണ്. താൻ വിചാരിച്ച പോലെ ഒരു കാര്യവും നടക്കില്ല എന്ന് മീനാക്ഷിക്ക് പിടികിട്ടി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും ആര്യം വന്നിട്ട് ഒന്നുകൂടെ പറഞ്ഞു, അല്ല നമ്മൾ ആരൊക്കെയാ ടൂറ് പോകുന്നതെന്ന് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പം ബാലൻ പറഞ്ഞു, നമ്മൾ പോകുന്നത് നീയും നിന്റെ ആകാശേട്ടനും മീനാക്ഷിയും അതുപോലെ അനുക്കുട്ടിയും ഞാനും ഗോമതിയും കൂടെയാണ് പോകുന്നത്. എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം, അച്ഛാ അവർ ഫാമിലി ആയിട്ട് പോകുന്നതല്ലേ, അവർ ഇപ്പം കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതിന് അവരുടെ കല്യാണം ആര് കണ്ടു? നീ കണ്ടോ അവരുടെ കല്യാണം എന്ന് ചോദിക്കുക. അപ്പം ആര്യനൊരു അക്ഷരം പോലും മിണ്ടിയില്ല. അച്ഛൻ ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നുള്ള രീതിയിൽ ആര്യൻ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണെങ്കിലോ ഞാനിവിടെ തീരുമാനിക്കും, ഞാൻ തീരുമാനിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടന്നാൽ
മതിയെന്ന് പറഞ്ഞു. അപ്പൊ ധർമ്മനാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് അങ്ങോട്ട് വന്നിട്ട് പറയാ, അല്ല അളിയ, കൊടൈക്കനാലാവുമ്പോ ഭയങ്കര തണുപ്പായിരിക്കില്ലേ, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം അതിന് നീ എവിടെ പോകുന്നു, നീ എങ്ങും പോകുന്നൊന്നും ഇല്ല, നീയും അതുപോലെ എൻ്റെ പുന്നാര മോനുണ്ടല്ലോ, എൻ്റെ മൂത്ത പുത്രൻ, അവനും കൂടെ ഇവിടെ നിന്നിട്ട് കടയിലെ കാര്യങ്ങളും അവൻ്റെ ഓഫീസിലെ കാര്യങ്ങളും ഒക്കെ അവൻ ചെയ്തു തീർക്കും. അപ്പം അവനൊരു സഹായത്തിന് വേണ്ടിയിട്ട് നീ ഇവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു. അതുമാത്രമല്ല കേട്ടോ, ദേ എല്ലാ ദിവസവും എത്ര രൂപ വരവ് വന്നെന്നും എത്ര രൂപ ചെലവാക്കിയെന്നും ഭക്ഷണം ഉൾപ്പെടെ എഴുതി വെക്കണം. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ധർമ്മം പറഞ്ഞു, ടൂറ് പോകുന്ന കാര്യം ഗോവിന്ദ, അല്ല അളിയ, ഇനി കഴിക്കുന്ന ഇലയുടെ എണ്ണം കൂടെ എഴുതി വെക്കണോ അതോ ഇല മടക്കി ഇവിടെ വെക്കണോന്ന് ചോദിക്കുക. ദേ മര്യാദക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ധർമ്മന്റെ നേരെ ഒച്ചയെടുക്കുകയാണ് ബാലൻ. അപ്പം ബാലൻ ഇങ്ങനെയുള്ള ഒരു കർക്കശക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് മീനാക്ഷി ആണെങ്കിലും ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഇനിയിപ്പൊ ഇങ്ങേരുടെ അടുത്ത് സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. അങ്ങനെ അവൾ പറഞ്ഞു, ഞാൻ ഓഫീസിലേക്ക് പോവാണെന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്ത് നമ്മുടെ മിത്രയെ കാണുകയാണ്. അപ്പം മിത്രയാണെങ്കിലോ കുറച്ച് സ്പീഡിൽ അങ്ങ് നടക്കുന്നു. മിത്രയോട് അയ്യോ അയ്യോ അവിടെ നിൽക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി ആണെങ്കിൽ അവളുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു. അതെ, അന്ന് അച്ഛനെ കണ്ടപ്പോൾ ചേച്ചിയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ടായിരുന്നല്ലോ, അച്ഛൻ ഇപ്പോഴും ഈ കല്യാണം ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഞാനും എൻ്റെ സ്വന്തം അച്ഛനും വീട്ടിൽ വെച്ച് ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ നല്ല കൂട്ടുകാരായിരുന്നു, പിന്നെ ഞാൻ ഇങ്ങനെയുള്ളൊരു വിവാഹം കഴിച്ചത് കൊണ്ടാണ്. അല്ല എങ്ങനെയുണ്ട് അവിടുത്തെ ബാലൻ ഭരണം, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുമ്പം ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. അല്ല ചേച്ചി, നിങ്ങൾ ടൂറ് പോകുന്ന കാര്യമൊക്കെ പറയുന്ന കേട്ടല്ലോ, ടൂറ് പോകുന്നുണ്ട്. അല്ല ചേച്ചി, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫാമിലി ആയിട്ടാണോ പോകുന്നത്? നിങ്ങൾ രണ്ടാളും കൂടെ തനിച്ചല്ലേ പോവേണ്ടത്? ഈ ആകാശേട്ടനെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം മിത്രയുടെ ഈ ചോദ്യം കേട്ടതും ഇവളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ കയറി അങ്ങ് സ്കോർ ചെയ്യുമല്ലോ. അപ്പം അതുകൊണ്ട് അവളുടെ അടുത്ത് നമ്മുടെ മീനാക്ഷി ഒരു നമ്പർ ഇറക്കുകയാണ്. അതങ്ങനെയൊന്നും അല്ല മിത്രേ, ഞാനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാ കാര്യങ്ങൾ നടക്കുന്നത്. അച്ഛനും അമ്മയും ഒക്കെ ഞങ്ങളോടൊപ്പം വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു 2 മാസത്തിന് ശേഷം അങ്ങ് സിംഗപ്പൂരേക്ക് ടൂറ് പോകുന്നുണ്ട്. അവിടെ ഞാനും എൻ്റെ ആകാശം മാത്രമായിരിക്കും. ഇപ്പം എല്ലാവർക്കും ഒന്ന് സന്തോഷമാവട്ടെ എന്ന് വിചാരിച്ച് ഫാമിലി ആയിട്ട് പോകാൻ തീരുമാനിച്ചതാന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിയുടെ മനസ്സ് സമ്മതിക്കണം കേട്ടോ. എടി, ഇനി ആരൊക്കെയാണ് ആ വീട്ടിൽ മരുമക്കളായിട്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറയാം, ആരിൻ്റെ ഭാര്യയായിട്ട് നിനക്ക് വരാൻ മേലേന്ന് ചോദിക്കുമ്പം എൻ്റെ പൊന്നു ചേച്ചി ആരുടെ ഭാര്യയെന്നാ പറഞ്ഞത്? ആര്യൻ്റെ അല്ലേ? എനിക്കാണെങ്കിൽ അവനെ കണ്ണെടുത്ത കണ്ടുകൂടാ, പിന്നെ ഞാനിനി അവൻ്റെ ഭാര്യയായിട്ട് അങ്ങ് വരാൻ പോവുക. അല്ലടി, നീ അങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് അടിച്ചു പൊളിക്കായിരുന്നു, ബാക്കി വരുന്ന മരുമക്കളെയൊക്കെ നമുക്കങ്ങ് സൈഡാക്കായിരുന്നു എന്നൊക്കെ പറയുകയാണ് മീനാക്ഷി. ഇത് കേൾക്കുമ്പം ചേച്ചിയോട് സംസാരിക്കാൻ വന്നത് തന്നെ അബദ്ധമായി പോയെന്നും പറഞ്ഞിട്ട് നമ്മുടെ മിത്ര അങ്ങ് നടക്കുകയാണ്. അപ്പം മിത്രയുടെ ഒപ്പം തന്നെ മീനാക്ഷിയും പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ ബാലനും ഫാമിലിയും ഒക്കെ കൂടെ ട്രിപ്പ് അടിക്കാൻ പോവുകയാണല്ലോ. ഈ സമയത്ത് നമ്മുടെ ഗോമതി പറഞ്ഞു, ബാലേട്ടൻ എത്രയൊക്കെ വന്നാലും എന്നോട് നല്ല സ്നേഹമാണല്ലേ, എൻ്റെ ഇഷ്ടം അനുസരിച്ചല്ലേ ബാലേട്ടൻ ടൂറ് പോകുന്ന കാര്യം ക്ഷേത്രത്തിലേക്ക് കൂടെ മാറ്റിയത്. അതെ, ഞാൻ മറ്റാരെക്കാട്ടിലും പ്രാധാന്യം കൊടുക്കുന്നത് നിനക്ക് തന്നെയാണ് ഗോമതി എന്ന് പറഞ്ഞിട്ട് ഗോമതിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന നമ്മുടെ ബാലേട്ടനെ കാണിച്ചുകൊണ്ടാണ് സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്